Hello everyone, welcome back to Magic Cookbook. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നാടൻ സ്റ്റൈൽ ഗ്രിൽ ചിക്കൻ. നാടൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, നാടൻ ഇൻഗ്രീഡിയൻസും പിന്നെ കുറച്ച് ഫ്യൂഷൻ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഗ്രിൽ ചിക്കൻ. ആ ഗ്രിൽ ചിക്കനും അതിനൊരു സോസും അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ജസ്റ്റ്, അതിനുശേഷം ഞാൻ ഓരോന്നോരോന്ന് ആഡ് ചെയ്യുന്ന കാണുക, അപ്പം കറക്റ്റ് ആയിട്ട് എല്ലാം മനസ്സിലാവും. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, ഇത് കുറച്ച് തുളസിയാണ്, നമ്മുടെ നാടൻ തുളസി, പിന്നെ കുറച്ച് ഗാർലിക്, കൊറിയാണ്ടർ ലീവ്സ്, റിഫൈൻഡ് ഓയിൽ, ഒനിയൻ, ലെമൺ, സോൾട്ട്, ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ക്രഷ് ചില്ലി, ഇത് കുറച്ച് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ പീൽ ചെയ്ത് ഞാൻ ജസ്റ്റ് സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. പിന്നെ സോസിന് വേണ്ടിയുള്ളതാണ് കുറച്ച് കെച്ചപ്പ്. പിന്നെ ചിക്കൻ നമ്മൾ ഇതിനകത്ത് നിന്ന് 2 ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ബ്രസ്റ്റ് വേണമെങ്കിൽ ബ്രസ്റ്റ് എടുക്കാം, ലെഗ് വേണമെങ്കിൽ ലെഗ് എടുക്കാം. ബ്രസ്റ്റ് ആകുമ്പോൾ പിന്നെ ബോൺലെസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ മാരിനേഷൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്യാം. ഇത് നല്ല ഫൈൻ ചോപ്പായിട്ട് എടുക്കുവാണ് വേണ്ടത്. ഫൈൻ ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇത് ശരിക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുക്കാവും ചെയ്യും, നന്നായിട്ട് വരും ചെയ്യും. കാരണം ലൈം ജ്യൂസ് എല്ലാം ആഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം വെക്കുന്നുള്ളൂ, അധികം നേരം വെക്കുന്നില്ല. ഞാൻ ഇന്ന് കാലത്ത് ഇനി ഇരുന്നപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അറിയിക്കും, ഞാൻ എങ്ങനെ ഈ ഫീൽഡിലേക്ക് എത്തി, എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചല്ല ഞാൻ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തും, ഈ ഒരു ഏജിൽ ഞാൻ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വരും എന്നല്ല. അത് എന്താ പറയാ, ദൈവാനുഗ്രഹം, പിന്നെ എൻ്റെ ഫാദറും മദറും അവരുടെയൊക്കെ അനുഗ്രഹമാണ്. വേറൊന്നുമല്ല, എന്താ പറയാ, അത്ര ഒരു ഇതായിട്ടുള്ള ഫാമിലിയിൽ നിന്നൊന്നും അല്ല. അപ്പോൾ പഠിക്കാൻ ഈ ഡിഗ്രി കോഴ്സിന് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുകയോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഫാദർ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഫാദറിന് കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫാദറിനെ ഹെൽപ്പ് ചെയ്തു. പകുതി ഫാദറും പിന്നെ കുറേയൊക്കെ ഞാനും എന്താ പറയുക, ഈ ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുക, അവിടെ ഉള്ള ഇതേമാതിരി കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ഔട്ട്ഡോർ കാറ്ററിംഗ് ചെയ്യുമായിരുന്നു, കാർവിങ് ചെയ്യുമായിരുന്നു. ഇതെല്ലാം ചെയ്ത് ഞങ്ങൾ കുറേ ക്യാഷ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കുറേ ഫാദറിനെയും ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഇത് പഠിച്ചെടുത്തു. പക്ഷെ പഠിച്ച് ഇറങ്ങുമ്പോഴും പഠിക്കുമ്പോഴും സീനിയേഴ്സ് പറയുന്നത് എന്തിനാ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ എന്താ പറയുക വെറുതെ ബുദ്ധിമുട്ടുള്ളൂ, അത്ര നല്ല ഫീൽഡൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കളിക്കും. പക്ഷെ എനിക്ക് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പഠിച്ച് ഇത് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടുകാരെ ഇത് ചെയ്യും? കാരണം എനിക്ക് വീട്ടിലേക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തത് തന്നെ. എനിക്ക് ജോലി കിട്ടി നല്ലൊരു ശമ്പളം കിട്ടണം എന്നുള്ളൊരു ഇതിൽ. അങ്ങനെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ സെലക്ട് ആയി. ലീല പാലസിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ട്രിവാൻഡ്രം ലീല കോളത്തിൽ ഞാൻ ട്രെയിനി CDP ആയിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ കഥകളെല്ലാം മാറി. കാര്യം നമ്മൾ വിചാരിക്കണ മാതിരി അത്ര ഈസി ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ല ഇത്. ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ ഞാൻ ജോലി ഇട്ടിട്ട് പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീട്ടിലത്തെ പ്രശ്നങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോയേ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ഫൈൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മുടെ മിക്സ് ചെയ്യേണ്ട ബോളിലേക്ക് ഓരോന്നോരോന്നിട്ട് ഇടാം. അപ്പോൾ ഈ ബോളിലേക്ക് നമ്മളിപ്പോൾ ഗാർലിക് ഇടുവാണ്. ഇതിൽ കുറച്ച് ഗാർലിക് നമ്മൾ മാറ്റി വയ്ക്കാം, കാരണം നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഗാർലിക് വേണം. അപ്പോൾ കുറച്ച് ഗാർലിക്, ചോപ്പ് ചെയ്ത ഗാർലിക് ഞാൻ ഈ ബോളിലേക്ക് മാറ്റുവാണ്. ബാക്കി നമ്മളെ മെയിൻ ബോളിലേക്ക് ഇട്ടു. അങ്ങനെ ഗാർലിക് ചോപ്പ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് തുളസിയില. ഇത് നമ്മുടെ നാടൻ തുളസിയാണ്. ഇതിന് കുക്കിംഗ് ബേസിൽ കിട്ടുവാണെങ്കിൽ എത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നാടൻ തുളസി പറിച്ചെടുത്താണ്. തുളസി ഒന്ന് ഫൈൻ ചോപ്പ് ചെയ്തിട്ട് ഇടുക. അങ്ങനെ ഞാൻ ലീല പാലസ് കോളത്തിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് കുറേ പേരോട് അവിടെ താങ്ക്സ് പറയാനുണ്ട്. എന്നെ സെലക്ട് ചെയ്ത ഷെഫ് വിജയൻ, ദിനേശ് ഷെഫ്, ഷെഫ് മാക്സ്, ഷെഫ് മുകേഷ്, അങ്ങനെ കുറേ പേരുണ്ട്. എനിക്ക് ജോലി പഠിപ്പിച്ചിരുന്ന ഫസ്റ്റ് എനിക്ക് എന്നെ റേഞ്ചിൽ കേട്ടിരുന്നത് ഷെഫ് മുകേഷാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ എല്ലാം വയസ്സായവരാ.
അവരൊന്നും ഒരു കാര്യം പറഞ്ഞു തരില്ല, നമുക്കൊന്നും പഠിപ്പിച്ചു തരില്ല. നമ്മൾ എപ്പോഴും എന്താ പറയാ, സ്റ്റോർ എടുത്തുകൊണ്ട് വരിക, ഒനിയൻ പീൽ ചെയ്യുക, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലി. അപ്പൊ നമ്മൾ ഈ തുളസിയും ഇതിനകത്തേക്ക് ഇടുവാണ്. തുളസി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊറിയൻഡർ ലീവ്സ് അതും ചോപ്പിക്കാം. അങ്ങനെ ഞാനൊരു 2-3 മാസം ശരിക്കും കഷ്ടപ്പെട്ടു. എന്നും രാവിലെ വരും, ഏർലി മോർണിംഗ് കയറിയ, പിന്നെ രാത്രി ഒരു നേരത്തെ ഇറങ്ങുന്നത്, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, സ്റ്റോർ വെക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ക്ലീനിങ് തന്നെ. ഞാൻ ഈ ഫീൽഡിലേക്ക് മുന്നോട്ട് പോകുന്ന പോലും ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള കുറെ പേരൊക്കെ മാറ്റങ്ങളായി. ഷെഫ് മുകേഷ് എന്ന് പറഞ്ഞിട്ട് CDP വന്നു. പുള്ളി വന്നതും പുള്ളി എന്നെ നന്നായിട്ട് വഴക്ക് പറയും, തെറി പറയും, എല്ലാം ചെയ്യുമായിരുന്നു. ഇതെന്ന് പറഞ്ഞ ഒരു നമ്മുടെ പോലീസിലെ ക്യാമ്പിലൊക്കെ മാതിരിയാണ്, അത്രയ്ക്ക് കഷ്ടപ്പെടുത്തും. പക്ഷെ പുള്ളി എന്താ പറയാ, കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. എന്നെ ജോലി എങ്ങനെ ചെയ്യണം എന്താന്നുള്ളതിനെ പഠിപ്പിച്ചത്, റേഞ്ചിൽ കയറ്റി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് എന്നെ കൺകേസ് ടൊമാറ്റോയുടെ സോസ് ഉണ്ടാക്കുന്നത്. ഞാൻ രാത്രി 7 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചതിന് എന്നെ അവിടെ നിർത്തി 50 കിലോയുടെ കൺകേസ ഉണ്ടാക്കിച്ചു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് പോകാൻ പറ്റിയത്, പോയിട്ട് അതേമാതിരി തിരിച്ചു വരുന്നത്. അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ എനിക്കൊരു എന്താ പറയുക, പ്ലസ് പോയിന്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അതിനുശേഷം ഷെഫ് പ്രിൻസ് എന്നിട്ട് വന്നു. അവരെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തു. സോ അടുത്തത് ഗ്രീൻ ചില്ലി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെഫ് ദിനേശ് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ദിനേശ് ഷെഫ്, മുകേഷ് ചേട്ടൻ പോയി, പ്രിൻസ് പോയി. അതിനുശേഷം വന്നാണ് ഷെഫ് മാക്സ് ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ അങ്ങനെ എന്താ പറയുക, അവിടെ നല്ലൊരു ടീമായി. ഞങ്ങൾ കോണ്ടിയിൽ ഞങ്ങൾ നല്ലൊരു ടീമായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഷെഫ് ടെറസ് കിച്ചൺ എന്ന് പറഞ്ഞ കിച്ചണിൽ ഞങ്ങൾ മെയിനായി. അവിടുന്ന് ക്ലബ് കിച്ചൺ ഓപ്പൺ ചെയ്തു. ക്ലബ് കിച്ചൺ ഓപ്പൺ ചെയ്തപ്പോൾ ഓപ്പണിംഗ് ടീമിലെല്ലാം എൻ്റെ പേരുണ്ടായിരുന്നു, ഞാൻ ഓപ്പണിംഗ് ടീമിലുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പഠിച്ച് അവിടെയുള്ള എല്ലാവരും, കുറേ പേരുണ്ട് പറയുന്നത്, എടുത്തു പറയാൻ കുറേ പേരുണ്ട്. ലിജു, സ്റ്റുഡിയോയിലുള്ള ലിജു ഏട്ടൻ, ചെണ്ട ബിജു എന്ന് പറയും, ബിജു ഏട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. ഒത്തിരി പേര് എനിക്ക് മറക്കാൻ പറ്റാത്തതുണ്ട്. എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ജോയിൻ ചെയ്ത മഹേഷ്, പ്രവീണൊക്കെ ഞങ്ങളെല്ലാം ഒരു കെട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീട്ടിലത്തെ ഇത് പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് എനിക്ക് ഈ ശമ്പളമൊന്നും മതിയാവില്ല, എനിക്ക് കൂടുതൽ വേണം. അപ്പോൾ ഷിപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഷിപ്പിലേക്ക് ട്രൈ ചെയ്ത് എന്താണെന്നറിയില്ല, സാധാരണ ക്രൂസ് ലൈനിൽ സാധാരണ അതൊക്കെ 2-3 വർഷം എടുക്കുന്നവരുണ്ട്, 1 വർഷം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തു, കിട്ടി. ഇന്റർവ്യൂ 2 പ്രാവശ്യം പോയി അറ്റൻഡ് ചെയ്തു, ട്രെയിനിങ് ചെയ്തു. എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നീങ്ങി ഞാൻ ക്രൂസ് ലൈനിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഗ്രീൻ ചില്ലിയും ചോപ്പ് ചെയ്തിട്ടു. നമുക്ക് ഇതൊന്ന് കട്ടിംഗ് ബോർഡ് ഒന്ന് വാഷ് ചെയ്യാം, കൈയും വാഷ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഇരിക്കും. അടുത്തത് നമ്മൾ കറി ലീവ്സും ചോപ്പ് ചെയ്യാണ്. അങ്ങനെ ലീലയിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ക്രൂസ് ലൈൻ, നോർവീജിയൻ ക്രൂസ് ലൈൻ എന്ന് പറഞ്ഞ നോർവീജിയൻ സൺ എന്ന് പറഞ്ഞ ഷിപ്പിൽ ഞാൻ ഫസ്റ്റ് കോൺട്രാക്റ്റിന് പോകുന്നത്. അത് ഞാൻ പോകുന്നത് അലാസ്കയിലാണ്. അലാസ്ക എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഫുള്ള് സ്നോവും ഐസും എല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ കണ്ട കാഴ്ചകൾ ഇതൊക്കെ പറയാനാണെങ്കിൽ ഇതൊന്നും തീരില്ല. അത് വേറെ ഇതിൽ ഞാൻ പറയാം, കുക്കിങ്ങിൽ പറയാം. സോ അലാസ്കയിൽ പോയി. അങ്ങനെ ഞാൻ മാക്സിമം എന്താ പറയുക, വർക്ക് കൂടുതൽ പഠിച്ചതും ഇതെല്ലാം ഡീൽ ചെയ്യുന്നതാണ്. അതിനുശേഷം ഷിപ്പിൽ പോയിട്ട് മാക്സിമം എങ്ങനെ ഞാൻ ഏൺ ചെയ്യാനാണ് പഠിച്ചത്. എക്സ്ട്രാ ടൈമും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞാൻ കൂടുതൽ ഏൺ ചെയ്തു. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട്, നല്ലൊരു വീട്. എനിക്കൊരു വീടുണ്ടായിരുന്നു, ചെറിയ വീടായിരുന്നു, പക്ഷെ നല്ലൊരു വീട് എന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നു. അത് ഞാൻ ആ ഷിപ്പിൽ പോയിട്ട് ഒരു കോൺട്രാക്റ്റിൽ തന്നെ ഞാൻ സഹായിച്ചെടുത്തു. പിന്നെ ഷിപ്പിൽ നിന്ന് ലീവിന് വന്ന സമയത്ത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, എൻ്റെ ഫാദർ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞാൽ പോയപ്പോഴത്തേക്കും എനിക്ക് ആരും ഇല്ലാത്തൊരു മാതിരിയായി. കാരണം എൻ്റെ വീട്ടിൽ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു അനിയത്തി, ഒരു ചേച്ചി, അമ്മ. അപ്പോൾ അനിയത്തിയുടെ കല്യാണം നോക്കണം, എല്ലാം കൂടി ആയപ്പോൾ ഞാൻ ആകെ ഒന്നും ചെയ്യാൻ പറ്റത്. പക്ഷെ എനിക്ക് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഇപ്പോഴും എൻ്റെ ഫാദർ ഇപ്പോൾ കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ ഫാദറിലോ ആണ്. പുള്ളിക്കാരൻ എല്ലാ ഘട്ടത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ അനിയത്തിയുടെ കല്യാണവും ഇതെല്ലാം നടത്തി. അങ്ങനെ ഞാൻ ജോലിയിൽ നിന്ന് കുറച്ച് നാൾ വിട്ടു നിൽക്കുന്നു. എന്ത് ചെയ്യും എന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ലളിത് റിസോർട്ട് ആൻഡ് സ്പാ ബേക്കൽ കാസർഗോഡ് നിന്ന് ഒരു കോൾ വരുന്നത് ഇന്റർവ്യൂവിന്. അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്നുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ബിജു ഷെഫിനാണ്. ഞാൻ ലീലയിൽ ഉണ്ടായിരുന്നതാണ് ബിജു ഷെഫ്. പക്ഷേ ബിജു ഷെഫിന് എത്ര ഓർമ്മയില്ലെങ്കിലും നല്ലൊരു ട്രയൽ ഉണ്ടായിരുന്നു. ട്രയൽ കഴിഞ്ഞ് എനിക്ക് അവിടെ സെലക്ട് ആയി. ഞാൻ അവിടെ CDP ആയിട്ട് കയറി. അങ്ങനെ അവിടെ ഒരു 3.5 വർഷം ഉണ്ടായിരുന്നു. അത് എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നമുക്ക് അടുത്തത്
ഈ പൈനാപ്പിൾ ചോപ്പ് ചെയ്യണം. പൈനാപ്പിൾ ചോപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇടണം. പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് കുറച്ച് നമ്മൾ സോസിന് മാറ്റി വയ്ക്കണം, ബാക്കി നമ്മൾ ഇതിനകത്തേക്ക് ഇടും. അപ്പം എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ് അടുത്ത ബിജു ഷെഫ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്ന ഫ്യൂഷനാണ്. ഫ്യൂഷൻ എന്താണെന്നും എങ്ങനെയാണെന്നും ഉള്ളത് ഞാൻ പഠിക്കുന്നത് ലളിത്തിൽ നിന്നാണ് എനിക്ക് ഫ്യൂഷൻ എന്ന ക്യൂസീൻ തന്നെ എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാക്സിമം അവിടെ എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫ് കുറവാണ്, ഗസ്റ്റ് ഉള്ളപ്പോൾ നല്ല തിരക്കായിരിക്കും, ഇല്ലാത്തപ്പോൾ തിരക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ എന്താ പറയുക, എങ്ങനെ തിരക്കുള്ള സമയത്ത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഒരു 3.5 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 3.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു ബെറ്റർ ഓഫർ കിട്ടിയപ്പോൾ ക്ലബ് മഹീന്ദ്ര കുമരകം അങ്ങോട്ട് മാറി. ഞാൻ ഷെഫ് ഇൻചാർജ് ആയിട്ടാണ് മാറിയത്. എനിക്ക് ലളിത്തിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി, കിച്ചൺ എക്സിക്യൂട്ടീവ് ആയി. കിച്ചൺ എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ക്ലബ് മഹീന്ദ്രയിൽ പോകുന്നത് ഷെഫ് ഇൻചാർജ് ആയിട്ടാണ്. അവിടെ കിച്ചൺ എക്സിക്യൂട്ടീവ് ആയിരുന്നു, സീനിയർ കിച്ചൺ എക്സിക്യൂട്ടീവ് ആയിട്ട്. ഷെഫ് ഇൻചാർജ് ഞാനാണ്, എൻ്റെ മേളിൽ ആരും ഉണ്ടായില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു കാറ്റഗറി ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ആ കിച്ചൺ മൊത്തം സെറ്റ് ചെയ്തെടുത്തു, സ്റ്റാഫിനെ എടുത്തു. അവിടെ തൊട്ടാണ് ഞാൻ എങ്ങനെ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഒരു കിച്ചൺ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നെല്ലാം പഠിക്കുന്നത്. അത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിൽ പൈനാപ്പിൾ ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഇടുന്നു, ബാക്കി ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഞാനത് സോസിന് വേണ്ടി മാറ്റുവാണ്. കാരണം ഇതിൽ നമ്മളൊരു ഷെഫായി കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ഇതെന്ന് വെച്ചാൽ സ്റ്റാഫിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. കാരണം സ്റ്റാഫിനെ എല്ലാവരെയും ഒരേമാതിരി കൊണ്ടുപോകണം. ഇത് ഞാൻ കുറേ കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റാഫിനെ മാക്സിമം ഞാൻ എന്താ പറയുക സ്നേഹിച്ചിട്ടാണ് ഉള്ളത്. എന്ന് വെച്ചാൽ അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാഫ് ഇപ്പോൾ ഉള്ളവരാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും, അവർ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. സോ അങ്ങനെ ക്ലബ് മഹീന്ദ്രയിൽ ഞാൻ അധികം നാൾ നിന്നില്ല, ഒരു 6 മാസം. കാരണം ഞാൻ അതിനു മുന്ന് അപ്ലൈ ചെയ്ത് ടേർട്ടിൽ ഓൺ ദ ബീച്ച് കോവളം. അവിടെ എനിക്ക് പെട്ടെന്ന് കോൾ വന്നു, നല്ലൊരു ഓഫർ കിട്ടി. അപ്പം ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി, ടേർട്ടിൽ ഓൺ ദ ബീച്ച് കോവളത്തിലെത്തി. അടുത്തത് നമുക്ക് ലൈം ജ്യൂസ് വേണം. സോ ഒരു ലൈം നമ്മൾ ഉള്ളത് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഒരു ലൈമിൻ്റെ ജ്യൂസ്, ലൈം ജ്യൂസായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് സോൾട്ട്, ചില്ലി പൗഡർ, കുറച്ച് ക്രഷ് ചില്ലി, പിന്നെ റിഫൈൻഡ് ഓയിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ചിക്കൻ്റെ ബ്രസ്റ്റ് എടുക്കാം. ഹോൾ ചിക്കനാണ് നമ്മൾ അതിൻ്റെ ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രം എടുക്കുന്നത്. ലെഗ് പീസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ബ്രസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും, പിന്നെ കാണാനൊരു വൃത്തിയാണ്. നമ്മളതിൻ്റെ എന്താ പറയുക വിങ്സ് നമുക്ക് ഇത്രയും വേണ്ട. അപ്പോൾ നമ്മൾ വിങ്സ് ഇവിടെ നിന്ന് നമ്മൾ എടുത്ത് മാറ്റുവാണ്, വിങ്സ് കട്ട് ചെയ്യുവാണ്. നമുക്ക് വേണ്ടത് എന്താ പറയുക ബ്രസ്റ്റ് മാത്രം ആയതുകൊണ്ട് നമ്മൾ വിങ്സിൻ്റെ പാർട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ബ്രസ്റ്റ്, നമ്മൾ ഇത് എന്താ പറയുക കത്തി നല്ല അങ്ങനെ ഇത് 2 ബ്രസ്റ്റും നമുക്ക് എടുക്കണം. ഇതൊരു ബ്രസ്റ്റായി. ഇത് രസത്തിന് വേണ്ടി ഒരു സ്റ്റൈലിന് വേണ്ടി നമ്മൾ ഈ വിങ്സിൻ്റെ ഇവിടുത്തെ ഫ്ലഷ് എടുത്ത് മാറ്റുന്നു. ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഒരു ബ്രസ്റ്റായി. ഞാൻ അടുത്ത ബ്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ടേർട്ടിൽ ഓൺ ദ ബീച്ചിലെത്തി. ടേർട്ടിൽ ഓൺ ദ ബീച്ചിൽ ഞാൻ സീനിയർ ഷൂ ഷെഫ് ആയിട്ടാണ് കയറുന്നത്. സീനിയർ ഷൂ ഷെഫായിട്ട് ഈ ഇൻചാർജായിട്ട് ഞാൻ കയറി.
ഇൻചാർജായിട്ട് കയറി എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴും അവിടുത്തെ സിറ്റുവേഷൻ എന്താ പറയുക, കിച്ചണിൽ ആളില്ലാണ്ട് കുറേ നാൾ കിടന്നൊരു കിച്ചൺ. അങ്ങനെ ഞാൻ അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. എനിക്ക് അവിടുത്തെ എൻ്റെ ഓണർ ഷാജി സാറേയും പുള്ളിക്കാരൻ്റെ വൈഫ് ഇപ്പോൾ ഇല്ല, ജീവനോടെ ഇല്ല. വൈഫിനെ എല്ലാവരും മറക്കാൻ പറ്റില്ല. അവരൊക്കെ മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അവരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ തൊട്ടാണ് ഞാൻ എൻ്റെതായ കാര്യങ്ങളും ഇതെല്ലാം എനിക്ക് ഒരു ഫുൾ ഹാൻഡ് കിട്ടിയ ഒരു കിച്ചണായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് എങ്ങനെ എൻ്റെ ലൈഫ് കൊണ്ടുപോകണം എന്ന് ഞാൻ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോളോ ദിമോറ ട്രിവാൻഡ്രം ഓപ്പൺ ആകുന്നത്. ട്രിവാൻഡ്രം അപ്പോളോ ദിമോറ ഓപ്പൺ ആയപ്പോൾ ഞങ്ങളുടെ സെയിൽസിൽ ഉണ്ടായിരുന്ന സെയിൽസ് മാനേജർ അവിടെ ജോയിൻ ചെയ്തു അപ്പോളോയിൽ. പുള്ളി മുഖാന്തരമാണ് ഞാൻ പിന്നെ ഇവിടെ എത്തുന്നത്, അപ്പോളോ ദിമോറയിൽ എത്തുന്നത്. അവിടുന്ന് അതെൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത സംഭവമാണ്. കാരണം അപ്പോളോയിൽ ഉണ്ടായിരുന്ന GM ആനന്ദ് സാറ്, പുള്ളിക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. പുള്ളിക്കാരനെ എന്താ പറയുക, ഞാൻ ഈ ഫ്യൂഷനും കാര്യങ്ങളും എൻ്റെ ഓൺ ക്രിയേഷൻസും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരന് ഒരിക്കലും നോ എന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പേരെടുക്കാൻ പറ്റി. ട്രിവാൻഡ്രം സിറ്റിയിൽ അത്രത്തോളം ഞാൻ പേരെടുത്തു. കുറേ കാര്യങ്ങൾ ഞാൻ ഓൺ ക്രിയേഷനിൽ ചെയ്തു. അവിടുത്തെ മെനു ആണെങ്കിലും എൻ്റെ കുറേ വീഡിയോസ് ആണെങ്കിലും എല്ലാം ഞാൻ ചെയ്തു. എല്ലാം പുള്ളിക്കാരൻ്റെ ഒറ്റൊരു സപ്പോർട്ട് കാരണമാണ്. പുള്ളിക്കാരൻ എല്ലാത്തിനും നല്ല സപ്പോർട്ടീവായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോളോയിൽ ഒരു 3.5 വർഷത്തോളം ഉണ്ടായിരുന്നു അപ്പോളോയിൽ. പിന്നെ ആനന്ദ് സാറ് പോയി. പിന്നെ കുറച്ചായപ്പോഴത്തേക്കും എനിക്ക് വേറൊരു ഹോട്ടലിലേക്ക് മാറണമെന്ന് തോന്നി. അങ്ങനെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ മൺസൂൺ എംപ്രസ് എന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടത്ത് എറണാകുളത്താണ്. അതും നല്ലൊരു മാനേജ്മെന്റ് ആണ്, നല്ല സപ്പോർട്ടീവാണ്. നമ്മുടെ എല്ലാ ഐഡിയാസും അവർ ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കും. അങ്ങനത്തെ ഒരു മാനേജ്മെന്റ്. ഇപ്പോൾ ഉള്ളത് ടീമും അതേമാതിരിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബാങ്കറ്റ്സ് ആണ് ഞങ്ങൾക്കുള്ളത്. നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ആ സമയത്താണ് നമ്മുടെ ലോക്ക്ഡൌണും കാര്യങ്ങളും വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റാഫിനെ കൊണ്ടുനടക്കുന്നതും പിന്നെ ഓരോ പേരെടുക്കുന്നതും എല്ലാത്തിനും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതിനെല്ലാം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു സങ്കടമേ ഉള്ളൂ, എൻ്റെ ഈ ഉയർച്ചയിലും കാര്യത്തിലും എൻ്റെ ഫാദർ എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒറ്റൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒത്തിരി ആഗ്രഹിച്ചാണ് എൻ്റെ ഒരു ഇങ്ങനെയൊരു പൊസിഷനിലെത്താൻ. പക്ഷെ പുള്ളിക്കാരൻ എന്നെ അത് കാണാനുള്ളൊരു ഇത് പുള്ളിക്കാരൻ ഉണ്ടായില്ല. പക്ഷെ എല്ലാം പുള്ളി കാണുന്നുണ്ട് മേളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി 2 ബ്രസ്റ്റ് എടുത്തു. 2 ബ്രസ്റ്റും ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വരയാം. കാരണം ഒന്ന് മസാലയൊക്കെ ഒന്ന് ഉള്ളിൽ പിടിക്കണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് കുക്കാവാനും നമുക്കൊന്ന് വരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഒന്ന് വരയാണ്. അപ്പോൾ നമ്മുടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് റെഡിയാണ്. ഞാൻ പറഞ്ഞ മാതിരി ബ്രസ്റ്റ് തന്നെ എടുക്കണമെന്നില്ല, ലെഗ് പീസും വിത്ത് ബോണൊക്കെ എടുക്കാം. ഇത് കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, പെട്ടെന്ന് കുക്കാവും. പിന്നെ ബോൺലെസ് ആണല്ലോ, കഴിക്കാനും സുഖമായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മാരിനേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി സ്വീറ്റ്നസ് ഉണ്ട്, ചെറിയ പൈനാപ്പിളിൻ്റെ സ്വീറ്റ്നസ് ഉണ്ട്, പിന്നെ സോൾട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. തുളസിയുടെ ചെറിയ ഫ്ലേവർ വരും. എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു മാരിനേഷനാണ്. കറി ലീവ്സ് എല്ലാം ഉണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് നമ്മുടെ പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തവയിൽ ഗ്രില്ല് ചെയ്യാം. ഗ്രില്ലറിൽ നമുക്ക് ഗ്രില്ലർ മാർക്ക് വരുന്ന ഇതില്ല. അതുകൊണ്ട് നമ്മൾ പാനിൽ ഗ്രില്ല് ചെയ്യുന്നു. വീട്ടിലെങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പാനിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഇരിക്കുകയാണ് എത്രയും ബെറ്റർ. അപ്പോൾ ഹാഫ് ആൻ അവർ ഇരിക്കട്ടെ എന്ന് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ സോസ് റെഡിയാക്കാം. സോസിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗാർലിക് കൊണ്ട് കുറച്ച് ഒന്നിനും കൂടി വേണം, ചോപ്പ് ഒന്നിനും കൂടി വേണം. അതുകൂടി ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സോസ് റെഡിയാക്കാം. സോസിന് വേണ്ടത് നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ,
ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗാർലിക്. എല്ലാവരും പറയും ഈ ഷെഫ് എന്ന് പറയുന്ന ജോലിയും ഇതൊക്കെ നല്ല ഈസി അല്ലേ, എല്ലാ ഫുഡും ഉണ്ടാക്കും, നല്ല രസമല്ലേ എന്നൊക്കെ. ഈ ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കാരണം നമുക്ക് മെയിനായിട്ട് അതിനകത്ത് കിച്ചണും പിന്നെ സർവീസും. നമുക്കൊരു ആഘോഷങ്ങളില്ല, ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. എപ്പോൾ നോക്കിയാലും ഞങ്ങൾ ഡ്യൂട്ടിയിലാണ്, ഞങ്ങൾ ഫുൾ ടൈം വേണം. ഞങ്ങൾ ഏത് ഫംഗ്ഷൻ, ഏത് ഓണം വന്നാലും പെരുന്നാൾ വന്നാലും ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ഉണ്ടാവണം, ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടാവണം. അതുകൂടാണ്ട് എന്ത് തന്നെ ഉണ്ടായാലും ഞങ്ങൾക്ക് ലീവും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷെ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്യുന്നു, ഞങ്ങളത് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു വർക്കല്ല. പിന്നെ പറയും എക്സിക്യൂട്ടീവ് ഷെഫ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ജോലിയുണ്ട്. എക്സിക്യൂട്ടീവ് ഷെഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെന്റലി ഭയങ്കര ഒരു വർക്ക് തന്നെയാണ്. കാരണം കുറേ ഫംഗ്ഷൻസും കാര്യങ്ങൾ വരുന്നു, അതെല്ലാം നല്ല രീതിയിൽ പോകണം. നമുക്ക് സ്റ്റാഫിന്റെ കാര്യം നോക്കണം, ഓർഡറിങ് നോക്കണം, ക്വാളിറ്റി നോക്കണം, എല്ലാം തന്നെ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുഡ് കോസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നോക്കണം. ഒന്നും അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ ഗാർലിക് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമുക്ക് അടുത്ത് ഒണിയൻ, ചോപ്പ് ചെയ്ത ഒണിയൻ. പക്ഷെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എന്തായാലും അതിന് റിസൾട്ട് കാണും. കാരണം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ലീലയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും തന്നെ നല്ല നല്ല പൊസിഷൻ തിരിക്കുകയാണ്. എല്ലാവരും നല്ല കഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു പോസ്റ്റ് വേണം. കാരണം അന്നത്തെ ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇന്ന് ഇല്ലാതാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, ഇപ്പോഴും ഉണ്ട് കുറേ പേര് നന്നായിട്ട് അതിനായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് നന്നായിട്ട് മുന്നോട്ട് വരുന്നവരുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളവരെ എല്ലാവരും തന്നെ നല്ല നല്ല പോസ്റ്റിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. സോ നമ്മൾ മാക്സിമം നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളൊരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ഞാൻ എവിടെ വർക്ക് ചെയ്താലും എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫാണ്. എൻ്റെ സ്റ്റാഫ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനുള്ളൂ. കാരണം അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതാണ് എൻ്റെ വിജയം. സോ അവരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുക, അവരെ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഒരു ഗോൾ എന്ന് പറയുന്നത്. അത് ഞാൻ എപ്പോഴും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമ്മുടെ ഇതിലും ഉണ്ടാവും, ഫുഡിലും ഉണ്ടാവും. സോ ഒന്നിനും ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പൈനാപ്പിൾ ചോപ്പ് ചെയ്തിട്ട് പൈനാപ്പിൾ ഇടാം. പൈനാപ്പിൾ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണം, ഒന്ന് ടോസ് ചെയ്ത് ഒന്ന് കാരമലൈസ് ആയി വരണം. ഇതിനകത്ത് അധികം ഞാൻ ഓയിൽ ഒഴിക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫാറ്റും അതിനകത്ത് നിന്ന് വരുന്ന ബാക്കിയുള്ള അതിൻ്റെ മാരിനേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ നല്ല ഫ്ലേവറും വരും. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അധികം ഓയിൽ ഒഴിക്കുന്നില്ല. അത് കുക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മാരിനേഷൻ അതിൻ്റെ ഫാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളതാണ്. ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് എന്താ പറയുക ഇങ്ങനെ ഒരു ഇതൊക്കെ തുടങ്ങുന്നത്. ഇപ്പൊ വീട്ടിൽ പോലും എന്നെ കിട്ടാറില്ലാന്ന് എപ്പോഴും കംപ്ലൈന്റ് ആണ് വൈഫിന്. ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം എൻ്റെ വൈഫാണ്. പുള്ളിക്കാരി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പുള്ളിക്കാരിയാണ് ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ് കുറേ നാളെ തുടങ്ങിയിട്ട്. പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേണ്ട വന്നിട്ട് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഏതായാലും വെറുതെ ഇരിക്കില്ലേ എന്ന് തുടങ്ങി. അങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് പറയുന്നത്. ഇന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാം ചിലപ്പോൾ വരുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് എന്ത് ചെയ്യാന്നുള്ളൊരു ഇതിൽ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും ഫ്യൂഷൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാനാണ് എപ്പോഴും താല്പര്യം. പൈനാപ്പിൾ ബ്രൗൺ ആവണം, നല്ല ഫ്ലേവർ വരുന്നുണ്ട് പൈനാപ്പിളിൻ്റെ. അത് നന്നായിട്ടൊന്ന് ബേൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഈ നമ്മുടെ ബാർബിക്യൂ സോസിലെല്ലാം പൈനാപ്പിളും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും. ബാർബിക്യൂ ചിക്കനിൽ ബാർബിക്യൂ സോസ്, ആക്ച്വൽ ബാർബിക്യൂ സോസിൽ പൈനാപ്പിളിനെ ആഡ് ചെയ്യും. ചെറിയ സ്വീറ്റ്നെസ് ആയിട്ടുള്ള സോസാണ് ബാർബിക്യൂ സോസ്. അതുമായിട്ട് നമ്മൾ ചെറിയ സ്വീറ്റും സ്പൈസി ആയിട്ടുള്ള സോസാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതിനകത്തേക്ക് ഒരു കുറച്ച് ഫ്രഷ് ചില്ലി, ഇതിനകത്തേക്ക് കുറച്ച് കെച്ചപ്പ്, പക്ഷെ അതിന് വെള്ളം ആഡ് ചെയ്യാം.
ഇനി ബാക്കി നമുക്ക് സോസ് ഫിനിഷ് ചെയ്യാൻ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള മാരിനേഷനും അതിൻ്റെ സോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആവുള്ളൂ. കുറച്ച് സോൾട്ട്, അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഒരു 1/2 hour കഴിഞ്ഞു. കുറച്ച് ശകല ഓയിൽ നൽകുന്നു, കാരണം ഓയിൽ ഓൾറെഡി ഇതിനകത്തുണ്ട്. നമ്മൾ ഇതിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്, ബേസിൽ ഇതെല്ലാം ഈ കട്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് സ്റ്റഫ് ചെയ്യുന്ന മാതിരി നന്നായിട്ട് ഇത് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം തിരിച്ച് നമ്മൾ പാനിലേക്ക് വയ്ക്കുക. പാനിലൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഒത്തില്ല. അതേമാതിരി അടുത്ത പീസ് എടുക്കുക. നന്നായിട്ടത് ഞാൻ പറഞ്ഞ മാതിരി ഒന്ന് ഗ്യാസിലേക്ക് ഒന്ന് ആക്കിയിട്ട് എടുക്കുക, വയ്ക്കുക, ഒന്ന് നിൽക്കുക. ഇത്രയും കേട്ടോ. ഇതുണ്ട്. ഇതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് മേളിൽ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീമിൽ പെട്ടെന്ന് കുക്കായിക്കോളും, നല്ല ഗ്രില്ലായിട്ട് നല്ല കളറായിട്ടും വരും. അതൊന്ന് കവർ ചെയ്ത് വെക്കാം. നമ്മൾ ഇത് പൈനാപ്പിൾ ആഡ് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അടുത്ത് ബേൺ ആവാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ അത് സ്ലോ ഫയറിലാണ് നമ്മൾ വെക്കുന്നത്. സ്ലോ ഫയറിൽ വെച്ചിട്ട് അങ്ങനെ പൈ ഒന്ന് കുക്ക് ആയിക്കണം. സ്റ്റീമും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ആയിക്കോളും. അത് ഇപ്പം നമ്മൾ ഇത് ഒരു 2 minutes ഗ്യാപ്പിൽ നമ്മളൊന്ന് തുറന്ന് നോക്കുക, ഒന്ന് മറിച്ചിട്ടുണ്ടെങ്കിൽ മറിച്ചിടുക. അങ്ങനെ ഒരു ഏകദേശം നല്ല കളറായി വരും, പെട്ടെന്ന് കുക്കാവും ചെയ്യും. കാരണം ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും ചെയ്യും. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി. എന്നെ പണ്ട് മുതൽ ഇപ്പോഴും എൻ്റെ ജീവിതം മൊത്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, എപ്പോഴും കരയുന്ന ഒരാളുണ്ട്, എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയാണ് എല്ലാത്തിനും ഞാനിവിടെ വരെ എത്തിയിരുന്നത്. ഉപ്പ ഇപ്പോഴും മേളിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ ഉമ്മയാണ് എല്ലാം, ബാക്കിയെല്ലാം. അപ്പോൾ എല്ലാത്തിനും എൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ആപത്ത് ഘട്ടത്തിലും ഞാൻ ബുദ്ധിമുട്ടിയിട്ടുമില്ല, പ്രശ്നത്തിൽ പെട്ടിട്ടുമില്ല. എപ്പോഴും പുള്ളിക്കാരിയുടെ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് ഇങ്ങനെ കുക്കാവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി മറിച്ചിട്ട് കാണിക്കാം. നമുക്ക് തുറന്നത് ഒന്ന് മറിച്ചിടാം. നമുക്ക് ഈ സോസ് എല്ലാം ഇതിൻ്റെ മേളിൽ നന്നായിട്ട് കോട്ടിംഗ് ആയി വരും. ഇനി ഒന്നും കൂടി ഡ്രൈ ആകുമ്പോൾ ഒന്നും കൂടി കുക്കാവട്ടെ, നമുക്ക് ഒന്നും കൂടി അടച്ച് വയ്ക്കാം. നമുക്ക് ഒന്ന് സോസ് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഗ്രില്ലറിലാണെങ്കിൽ ഗ്രില്ല് ചെയ്ത് നല്ല സൂപ്പറായിട്ട് നല്ല ഇതായിട്ട് വരും. ഇപ്പോൾ നമ്മളൊരു ഗ്രില്ലർ ഇല്ലാത്തത് നമ്മൾ പാനിൽ ചെയ്യുന്നു. പാനിൽ നമ്മൾ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയാണ് എന്താ പറയുക ഇങ്ങനെ അടച്ച് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നന്നായിട്ട് ഇതായി വരും, നല്ല കളറായിട്ടുണ്ട്. ആ സൈഡിൽ ഒരു കളറായി കഴിഞ്ഞാൽ അത് കുക്കായി ഉണ്ടാവും, കാരണം കവർ ചെയ്ത് വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് നമുക്ക് പയ്യെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ പ്ലേറ്റിൽ മാഷ് പൊട്ടറ്റോയ്ക്ക് പകരം ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ കപ്പയാണ് മാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. കപ്പയിൽ മാഷ് പൊട്ടറ്റോ മാതിരി കപ്പ ചെയ്തേക്കാണ്. ഇത് കൂക്കയാണ് ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ചിക്കൻ 2 പീസും നമ്മൾ ഗ്രില്ല് ചെയ്ത് നമ്മളെടുത്തു. ഇപ്പോൾ 2 പീസ് ചിക്കനും നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചു. ഇനി വേണ്ടി സോസ് നമുക്ക് ഈ ബാക്കിയുള്ള സോസ് നമുക്ക് മറ്റേതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്തെടുക്കാം. ഈ സോസ് ഇത് നല്ല ഫ്ലേവർ ആയിരിക്കും, കാരണം നമ്മുടെ പൈനാപ്പിളും ഗാർലിക്കും ബേസിലും എല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് നല്ല ബേണായിട്ട് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സോസിനകത്തേക്ക് ഇട്ടു.
സോസിൻ്റെ കളർ തന്നെ ഒന്ന് ചേഞ്ചായി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തില്ലേ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് അതിനകത്താകുമ്പോൾ എന്താ പറയുക കുറച്ചും കൂടി റോ ആയിട്ടുള്ള പൈനാപ്പിളും ബേസിലുമാണ്, അതിന് വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ അതും കൂടി ഇട്ടു. അതും കൂടി ഇട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി ഒരു പൊടിക്ക് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പു അപ്പു അറിയാം നോക്കി നിങ്ങൾക്ക് ചിക്കൻ ഇതാ അപ്പൂന് ചിക്കൻ ഉണ്ടോ? യമ്മി. ആടാ സോസ് റെഡി ആവുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ, ഭയങ്കര കാറ്റും. ഞങ്ങൾ 9th ഫ്ലോറിലാണ്, അതുകൊണ്ട് കാറ്റ് ഭയങ്കരമാണ്. അപ്പോൾ അപ്പൂസ് ഒന്ന് പുറത്ത് പോയി മഴ കണ്ടിട്ട് വരാം നമുക്ക്. അതൊന്ന് കുറച്ചിട്ടിട്ട് പോവാം. മഴ കാണാം. ഓ മഴ കാണാം. എന്താ മഴ, കിടിലം മഴയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ മഴ. ചോയ്സ് സ്കൂളാണ് കാണുന്നത്, നേരെ കാണുന്നത്. ഫറാനും ഫൈസി എവിടെ പഠിക്കുന്നത്? ഫൈസി കിച്ചൺ ടോപ്പിലാണ് പഠിക്കുന്നത്. ഓ ഒരു രക്ഷയില്ല, കിടുമഴ. അത് സോസ് ലൈഫ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ സോസ് റെഡിയാണ്. ഇത് സ്വീറ്റും സ്പൈസി ആയിട്ടുള്ള സോസാണ്. ഈ സോസും കൂട്ടി ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക നാടൻ സ്റ്റൈലിൽ ഉള്ള പ്രിപ്പറേഷനാണ്. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചെറിയ സ്വീറ്റ്നെസ്സും ചെറിയ സ്പൈസിനെസ്സും ഒക്കെ ഉണ്ട്. സോസ് ഞാൻ അധികം ഇതിനകത്ത് ഇടുന്നില്ല, കാരണം ആവശ്യത്തിന് എടുത്ത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ മേലൊരു ചെറിയ ഗാർണിഷും കൂടി ചെയ്യാം. അപ്പം നമ്മുടെ ബാക്കിൽ കപ്പയാണത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, മാഷ് ടാപ്പിയൊക്കെ. ഒരു കൂർക്കയാണ് ബട്ടറിൽ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തടുക്ക ഇടാം. തടുക്ക എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു തടുക്കയാണ് ഇത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ്. ഗ്രിൽ ചെയ്ത ചിക്കൻ. നല്ല മഴ കാരണം നല്ല സൗണ്ട് ഉണ്ട്. മഴയത്ത് ഇത് കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ പോകുന്ന സമയമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് തുറന്നിട്ട് ഫറാനും ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിക്കുന്നതാണ്. നോമ്പ് ആയതുകൊണ്ടാണ് എപ്പോഴും ഈ വീഡിയോ കാണിക്കാത്തപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാത്തത്. ഫറാനും എല്ലാവർക്കും ഞങ്ങൾക്ക് നോമ്പുണ്ട്, അപ്പോൾ നോമ്പായതുകൊണ്ട് ഞങ്ങൾ കാണിക്കാത്തത്. അപ്പോൾ ഈ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു യമ്മി ഡിഷാണ്. മാരിനേഷൻ നിങ്ങളുടെ ടേസ്റ്റിന് വെച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ചിക്കൻ കണ്ടോ, ബ്രസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ കൂടെ ഈ മാഷ് പൊട്ടറ്റോന് പകരം കപ്പയും ആ കൂർക്കയും എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ നന്നായിരിക്കും. എൻ്റെ അടുത്ത് വേറെ നൈഫൊന്നുമില്ല, അതുകൊണ്ട് ഈ നൈഫ് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് തരാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൂസ് ടേസ്റ്റ് ചെയ്യാൻ. മഴയോ പേടിയാണോ? അങ്ങനെയുണ്ട് ചിക്കൻ, എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ.